ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. പാനി പാനി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സംഭവമാണ് അല്ലേ. പാനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഈ വരുന്നുണ്ട്. ബട്ട് പാനി എന്താണ്? ഒരു പുല്ലിംഗമാണ്. പാനി എന്താണ്? ഒരു പുല്ലിംഗം ശബ്ദമാണ്. ടീക്കേ, നമ്മൾ ദിവസം കുടിക്കുന്ന സംഭവം അല്ലേ. പക്ഷെ നിങ്ങൾക്ക് അറിയാം പാനി എന്താണ്? ഒരു പുല്ലിംഗമാണ്. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. പാനി മെഹങ്കാ ഹെ. പാനി മെഹങ്കി ഹെ എന്ന് പറയരുത്. ടീക്കേ, പാനി മെഹങ്കാ ഹെ. പാനി മെഹങ്കാ ഹെ. പാനി എന്താണ്? മെഹങ്കാഹ എന്ന് പറഞ്ഞതാണ് വില കൂടിയതാണ്. വെള്ളത്തിന് ഭയങ്കര വെള്ളം അമൂല്യമാണെന്ന് പറയാറില്ലേ, അതുപോലെ തന്നെ വെള്ളം നല്ല വിലയുള്ളതാണ്. അപ്പോൾ പാനി മെഹങ്കാഹ. മെഹങ്ക എന്ന് പറഞ്ഞാൽ എന്താണ്? വില കൂടിയത്. ടീക്കേ, അമൂല്യം എന്ന് പറയാം, അല്ലെങ്കിൽ വില കൂടിയതെന്നും പറയാം. ടീക്കേ, പാനി ഗിർ റഹാ ഹെ. ഗിർന എന്ന് പറഞ്ഞാൽ ഉറ്റിക്കൊണ്ടിരിക്കുന്നു, ഒക്കെ മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം ഗിർന വീഴുക എന്നാണ്. പക്ഷെ പാനി ഗിർ റഹാ ഹെ എന്നേ പറയല്ലോ, അല്ലെ ടപക് റഹാ ഹെ എന്ന് പറയും. ടപക് റഹാ ഹെ. ടീക്കേ, പാനി ഗിർ റഹാ ഹെ, അല്ലെ പാനി ടപക് റഹാ ഹെ. തുള്ളി കുറച്ചായിട്ട് വീഴുന്നു. അപ്പോൾ പാനി വെള്ളം. ടീക്കേ, ഗിർ റഹാ ഹെ, തുള്ളി വീഴുകയാണ്. ടീക്കേ, രഹി ഹെ എന്ന് പറയരുത്. ഓക്കെ, പാനി അച്ഛാ ഹെ. വെള്ളം പാനി അച്ഛാ ഹെ. പാനി അച്ഛാ ഹെ. വെള്ളം നമ്മൾ ഏതൊരു വീട്ടിൽ നിന്ന് കുടിച്ചു. പാനി ചോദിച്ചവർ വെള്ളം എങ്ങനെയുണ്ട്? പാനി അച്ഛാ ഹെ. വെള്ളം നല്ലതാണ്. ടീക്കേ, നല്ലതാണ്. അല്ലെങ്കിൽ പാനി ടേസ്റ്റി ഹെ. ടീക്കേ, പാനി ടേസ്റ്റി ഹെ. പാനി സെ പേട്ട് ഭരാ ഹെ. ഭരാ ഹെ എന്ന് പറഞ്ഞാൽ വയറ് നിറഞ്ഞിരിക്കുക. ടീക്കേ, നിറഞ്ഞിരിക്കുക. അപ്പം പാനീസെ വെള്ളം കുടിച്ചിട്ട് വയറ് നിറഞ്ഞു എന്ന് പറയാറില്ല. അപ്പം നമ്മളെങ്ങനെയാണ് പറയുക? അത് പാനീസെ വെള്ളം കുടിച്ചിട്ട്, ടീക്കേ, വെള്ളത്താൽ എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ വെള്ളം കുടിച്ചിട്ട് വയറ് നിറഞ്ഞു. ഇനി ഫുഡ് വേണ്ട, മുझे खाना नहीं चाहिए, मुझे खाना नहीं चाहिए, पानी से पेट भरा है. ടീക്കേ, എങ്ങനെ പറയും? മുझे खाना नहीं चाहिए क्योंकि പാനി സെ പേട്ട് ഭരാ ഹെ. എന്താണ്? വെള്ളം കുടിച്ചിട്ട് വയറ് നിറഞ്ഞു. അപ്പം നമ്മൾ പഠിച്ചു പാനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പുല്ലിംഗമാണ്. ടീക്കേ, അപ്പോൾ എപ്പോഴും എങ്ങനെ വരും? പാനി മെഹങ്കാ ഹെ എന്നേ വരുള്ളൂ. ടീക്കേ, മെഹങ്കി ഹെ എന്ന് പറയരുത്. പാനി ടപക് റഹാ ഹെ. പാനി ഉറ്റിക്കൊണ്ടിരിക്കുകയാണ്, വെള്ളം ഉറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ പാനി അച്ഛാ ഹെ. പാനി സെ പേട്ട് ഭരാ ഹെ. ടീക്കേ, ഇനിയും വേണമെങ്കിൽ നമുക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റും. പാനി ഗന്ധാ ഹെ. പാനി ഇപ്പോൾ ഇവിടെ അച്ഛാ ഹെ എന്ന് പറഞ്ഞില്ല, അതുപോലെ തന്നെ ഗന്ധാ ഹെ. ഗന്ധാ ഹെ എന്ന് പറഞ്ഞാൽ വെള്ളം മോശമാണ്. പാനി ഗന്ധാ ഹെ, വെള്ളം മോശമാണ്. പാനി കാ ഇസ്തമാൽ സഹി കറോ. പാനി കാ ഇസ്തമാൽ, യൂസേജ്. ഇസ്തമാൽ ഒരു വേർഡ് കിട്ടിയെങ്കിൽ അല്ലേ, ഇസ്തമാൽ. അപ്പം എന്തായി? യൂസേജ് എന്നാണ് ഐറ്റം, ഉപയോഗം. ടീക്കേ, അപ്പം എന്തായി? വെള്ളത്തിൻ്റെ ഉപയോഗം. പാനി കാ ഇസ്തമാൽ. പാനി കാ ഇസ്തമാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കാ വന്നു. ടീക്കേ, കാരണം എന്താണ്? വെള്ളത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അല്ലേ. പാനി കാ ഇസ്തമാൽ സഹി കറോ, കൃത്യമായി ചെയ്യൂ. ടീക്കേ, പാനി കാ ഇസ്തമാൽ സഹി കറോ. ടീക്കേ, ഇതേ സ്ഥലത്ത് പാനിക്ക് പകരം ദാരു ആയാലോ? ദാരു എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വറിനാണ് നമ്മളെന്ന് പറയുന്നത്. ദാരു എന്ന് പറയുന്നത്. ടീക്കേ, ദാരു എന്നാൽ എങ്ങനെ? ഇപ്പോൾ ദാരു എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീലിംഗമാണ്, നിങ്ങൾ എപ്പോഴും ഓർക്കുക. അപ്പം എന്തായി? ദാരു മെഹങ്കി ഹെ. ദാരു അവിടെ മെഹങ്ക എന്നല്ല വന്നത്, ഇവിടെ എന്തായി? ദാരു മെഹങ്കി ഹെ. ടീക്കേ, അല്ലെങ്കിൽ ദാരു സസ്തി ഹെ. ഓക്കെ, ശ്രദ്ധിച്ചു നിങ്ങൾ. ദാരു മെഹങ്കി ഹെ, ദാരു സസ്തി ഹെ. ഓക്കെ, അതുപോലെ തന്നെയാണ് ദാരു ഗന്ദി ഹെ. ദാരു ഗന്ദി ചീസ് ഹെ. ദാരു ഒരു മോശ സാധനമല്ലേ. അപ്പോൾ എന്തായി? ദാരു ഗന്ദി ചീസ് ഹേ. അപ്പം എന്താ? ഗന്ധി വന്നു. ടീക്കേ, ഗന്ധ വരില്ല. ടീക്കേ, ദാരു ഖതർനാക്ക് ഹോത്തി ഹെ. ദാരു, ടീക്കേ, ഖതർനാക്ക് ഹോത്താ ഹെ അല്ല, ഹോത്തി ഹെ. അപ്പം നമ്മൾ പഠിച്ചു ദാരു എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വറിനാണ് നമ്മൾ പറയുക. ആ ലിക്വർ എന്ന് പറഞ്ഞത് എന്താണ്? സ്ത്രീലിംഗമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ദാരു പാനി പുല്ലിംഗം, ദാരു സ്ത്രീലിംഗം. ഓക്കെ, പുതിയ ക്ലാസ്സുമായിട്ട് എത്രയും പെട്ടെന്ന് വരാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.